സന്ധ്യ സന്ധ്യ സന്ധ്യക്ക് എന്നെ മനസ്സിലായോ? പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല. എടത് ഞാനാണ്, ഷിബുവാണ്. ഷിബുവോ? എടാ നിന്റെ കൂടെ PMG പഠിച്ചില്ലേ, ബാക്ക് ബെഞ്ച് +2 PP ഷിബു, ഓർമ്മയുണ്ടോ? എടോ ഷിബു താനോ? അന്ന് നല്ല മെലിഞ്ഞിട്ടായിരുന്നില്ലേ, ഇപ്പൊ ആകെ മാറിട്ടോ. അല്ല എന്താ ഇവിടെ? എടാ ഞാൻ ഇവിടുത്തെ കോടതിയിൽ ലാസ്റ്റ് ഗ്രേഡാ വർക്ക് ചെയ്യാണ്. അല്ല തന്റെ വീട് ഇവിടെയായിരുന്നോ? അല്ല ഹസ്ബൻഡ് വീട് എവിടെയാ? കൊറേ ആയോ തനിക്ക് കിട്ടിട്ട്? എനിക്ക് കിട്ടി 2-3 വർഷമായി. പഴയ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ, ഫുള്ള് അലമ്പായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ആണുങ്ങൾക്ക് ജോലി ഇല്ലാണ്ട് ഒന്നും നടക്കില്ലല്ലോ. ഒന്നും നോക്കില്ല, കുത്തിയിരുന്ന് പഠിച്ചു, കിട്ടി. അല്ല നീ എന്ത് ചെയ്യുന്നു? എന്താ ശിവട്ടാ? പിന്നെ ചന്തീന്ന് ഏതോ പെൺകുട്ടിയായിട്ട് സംസാരിക്കണ്ടായിരുന്നു, ആരാണ്? അതെന്റെ കൂടെ PMG പഠിച്ച കുട്ടിയാ, +2 പഠിക്കുമ്പോ തന്നെ നല്ല ടോപ്പറായിരുന്നു. അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഇപ്പഴാ കാണുന്ന അവളെ. അത് ശരി, അല്ലെങ്കിലും പെൺകുട്ടികളൊക്കെ നല്ല പഠിപ്പിച്ചല്ലേ, നമ്മളെ പോലെ അലമ്പല്ലല്ലോ അല്ലേ? ആ ചേച്ചി ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്ന എന്താന്ന് പറഞ്ഞില്ല, അവള് അന്നേ ടോപ്പറായിരുന്നു എല്ലാത്തിലും. എന്തായാലും ആ ലെവൽ വെച്ച് നോക്കുമ്പോ ഇപ്പൊ നല്ല പോസ്റ്റിലായിരിക്കും അവള്. അതാണ് ശിവട്ടാ, പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചേച്ചിനെ പോലെ ഇപ്പൊ നല്ലൊരു പോസ്റ്റ് എത്തിയിട്ടുണ്ടായില്ലേ? നമുക്ക് ഇതൊക്കെ മതിയടാ, പോവാ. അവൻ പഠിച്ചത് മതി, നിനക്ക് പോകാൻ സമയമായില്ലേ? 5 മിനിറ്റ് കൂടിയില്ല അമ്മ ബസ് വരാൻ. അതുവരെ എന്തെങ്കിലും നോക്കട്ടെ വേണ്ട. കോളേജ് വിട്ട് വന്നപ്പോ തുടങ്ങിയതല്ലേ, രാത്രി എത്ര മണിക്കാ ഉറങ്ങണത്? ഇങ്ങനെയൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? നല്ല കമ്പനികളിലെ ഹയറിംഗ് കിട്ടണമെങ്കിൽ PGക്ക് നല്ല മാർക്ക് വേണം. അതിന് ഇങ്ങനെയൊക്കെ പഠിച്ചേ പറ്റും അമ്മേ. ഇനിയും നിന്ന് വൈകിക്കണ്ട. 5000 അല്ലേ ഫീസ്? ഇതും കടം വാങ്ങിച്ചായിരിക്കില്ല അമ്മേ. അതൊന്നും നീ അറിയണ്ട, സമയമായില്ലേ, പോകാൻ നോക്ക്. എടാ സച്ചു, നീ ഈ ക്ലയന്റിനൊന്ന് മെയിൽ അയക്കടാ. ബാംഗ്ലൂർ കാട്ടാ, നമ്മുടെ ഇംഗ്ലീഷ് ഒന്നും പറ്റില്ല. മാറ്റർ അതിലുണ്ട്, ഒന്ന് പൊലിപ്പിച്ചയക്കി. ഇപ്രാവശ്യം ഇങ്ങനെ ഡിഗ്രി ഡിസ്റ്റൻസ് ചെയ്യണം, എന്നാലും കമ്പനിയിൽ പ്രൊമോഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓ മതി മതി. നീ തിരുമ്പ കഴിഞ്ഞിട്ടേ ഒന്ന് കാറ് കഴുകിയിടണേ.
അമ്മ എന്റെ ഇംഗ്ലീഷ് ടെസ്റ്റ് കാണാനല്ലോ ഒന്ന് എടുത്തത് എനിക്ക് പോവാൻ സമയമായി. മോള് പോയി വല്ലതും കഴിക്കേ, അപ്പോഴേക്കും അമ്മ അടുത്ത് തരാം. വേഗം വരണേ അമ്മേ. പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടിയാലും കല്യാണ ശേഷം ആ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി സ്വന്തം കരിയർ വരെ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഇതുപോലത്തെ ഒരുപാട് ആളുകളുണ്ട്. ഒന്ന് ഓർക്കുക, ആ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ട് ഒരുപക്ഷെ അവിടുന്ന് ഇവിടെ നിന്നുള്ള കടം വാങ്ങിയിട്ടായിരിക്കും അവരെ പഠിപ്പിച്ചിട്ടുണ്ടാകുക. അതുപോലെ തന്നെ ഈ പെൺകുട്ടികൾ ഊണും ഉറക്കവും ഒന്നുമില്ലാതെ പഠിച്ചിട്ടായിരിക്കും അവരുടെ ഹയർ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകുക. പക്ഷെ കല്യാണ ശേഷം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം അവരെ നോക്കാൻ വേണ്ടി ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് വളരെ പരിതാപകരം തന്നെയാണ്. പക്ഷെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു PG വേണമെന്നില്ല, ഡിഗ്രി വേണമെന്നില്ല, അറ്റ്ലീസ്റ്റ് 10ാം ക്ലാസ്സിൽ ചെറിയ മാർക്കോടുകൂടി പാസ്സായാൽ പോലും അവർക്ക് വേണ്ടി ഒരു ജോലി അത് തീർച്ചയായിട്ടും അവർ കണ്ടെത്തിയിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ജോലി തന്റെ കുടുംബത്തിന് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ ഒരിക്കലും അവർ ഉപേക്ഷിക്കാനില്ല. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ സമൂഹം ചർച്ച ചെയ്തേ മതിയാവൂ. വീട്ടിലെ മുതിർന്നവരെയും കുഞ്ഞുങ്ങളെയും നോക്കേണ്ട ഉത്തരവാദിത്വം സ്ത്രീകളുടെ തലയിൽ മാത്രം കെട്ടിച്ചു വെക്കാതെ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും ജോലിക്കും പ്രാധാന്യം കൊടുക്കാൻ ഓരോ ഭർത്താക്കന്മാരും ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക.